നമസ്കാരം. സഞ്ജുവിന് സംഭവിക്കുന്നത് മാൻഡ്രേക്ക് എഫക്റ്റ് ആണോ എന്നത് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇവിടെ മാൻഡ്രേക്ക് സഞ്ജു ആണോ എന്നൊരു ചോദ്യവും കൂടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. രാജസ്ഥാൻ റോയൽസിന് ആകെ ഒരു ട്രോഫി കിട്ടിയിട്ടുള്ളൂ. അത് 2008 2008 ഷെയ്ൻ വോണിന്റെ ക്യാപ്റ്റൻസിയിൽ പ്രഥമ IPL ടൂർണമെന്റിലെ ജേതാക്കൾ രാജസ്ഥാൻ റോയൽസ് ആണെന്നും ഫൈനലിസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അതാണ് രാജസ്ഥാൻ ആകെ നേടിയിരിക്കുന്ന കപ്പ്. പിന്നാലെ രാജസ്ഥാൻ ഒരുപാട് ക്യാപ്റ്റന്മാർ മാറി മറിഞ്ഞു പോയെങ്കിൽ പോലും കുറച്ചധികം വർഷങ്ങളായി ആ ടീമിനെ നയിച്ചുകൊണ്ടിരുന്ന വ്യക്തി എന്ന് പറയുന്നത് മലയാളിയായ സഞ്ജു സാംസൺ ആണ്. മികച്ച ഒരുപാട് ജയങ്ങൾ നേടിയിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിനെ കുറേ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ വാസ്തവമാണ്. പക്ഷേ രാജസ്ഥാനിൽ നിന്നും സഞ്ജു 2026 IPL സീസണിൽ നിന്നും മാറി CSKയിലേക്കാണ് വന്നത്. അത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാകുമെന്ന് ക്രിക്കറ്റ് അനലിസ്റ്റുകളൊക്കെ തന്നെ പറഞ്ഞെങ്കിൽ പോലും ഈ സീസണിൽ രാജസ്ഥാന് ഒരു തരി ക്ഷീണം പോലും നമ്മൾ കാണുന്നില്ല. കളിച്ച കളിയെല്ലാം ജയിക്കുന്നു എന്ന രീതിയിലേക്ക് തന്നെയാണ് മാറുന്നത്. അതായത് സഞ്ജു സാംസൺ ഇല്ലാതെ രാജസ്ഥാൻ വിജയവഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. നേരെ മറിച്ച് വലിയ പൊന്നു വില കൊടുത്ത് വലിയ മോഹത്തോടെ വാഗ്ദാനത്തോടെ CSK സഞ്ജു സാംസണെ വാങ്ങിച്ചല്ലോ. എന്നിട്ട് ഈ സീസണിൽ CSKയുടെ അവസ്ഥ എന്താണ്? കളിച്ച 3 കളിയും പരാജയപ്പെടുന്ന സാഹചര്യം. സഞ്ജു സാംസൺ CSKയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ആദ്യ മത്സരത്തിൽ 6 റൺ, രണ്ടാമത്തെ മത്സരത്തിൽ 7 റൺ, മൂന്നാമത്തെ മത്സരത്തിൽ 9 റൺസ് മാത്രം നേടുന്ന സഞ്ജു സാംസൺ. ചെപ്പോക്കിലെ കാണികൾ വല്ലാത്ത വിഷമത്തിലാണ്. കാരണം സഞ്ജു ഇതുവരെ അവർക്ക് ഒത്തൊരു പെർഫോമൻസ് ഡെലിവർ ചെയ്തിട്ടില്ല. വിക്കറ്റ് കീപ്പിങ്ങിൽ കാര്യമായ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും സഞ്ജു സാംസൺ എന്ന ബാറ്റർ ആണ് ചെപ്പോക്കിലെ കാണികൾക്ക് വേണ്ടത്, മഞ്ഞ ജേഴ്സി അണിയുന്നവർക്ക് വേണ്ടത്, ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്ക് വേണ്ടത്. അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഒരു കൃത്യമായ കമ്പാരിസൺ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നത്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ ഇല്ലാത്ത സമയത്ത് രാജസ്ഥാന് ശുക്രനാണെന്നും സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നപ്പോഴേക്കും CSKയ്ക്ക് ശനിദശയുമാണെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ ആളുകൾ പറയുന്നത്. പക്ഷേ ഒരു 2 കാര്യങ്ങളുണ്ട്. CSKയുടെ കഴിഞ്ഞ സീസണിൽ എന്തായിരുന്നു അവസ്ഥ? 14 മത്സരങ്ങളിൽ നിന്നും 10 തോൽവിയും 4 ജയവുമായിട്ട് പോയിന്റ് ടേബിളിൻ്റെ ഏറ്റവും അവസാന സ്ഥാനത്ത് നിന്ന ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ സീസണിൽ. ആ സമയത്ത് സഞ്ജു സാംസൺ ഒപ്പം ആയിരുന്നില്ല CSKയ്ക്കൊപ്പം ആയിരുന്നില്ല സഞ്ജു. ഈ സീസണിലേക്ക് വന്നപ്പോഴേക്കും CSKയ്ക്കൊപ്പം സഞ്ജു ഉണ്ട് എന്നതുകൊണ്ട് മാത്രമായിട്ട് ആ ഒരു മാൻഡ്രേക്കിനെ അങ്ങനെ വിളിക്കാൻ കഴിയില്ല എന്നതും കൂടി പറയുന്നു. ക്രിക്കറ്റാണ്, എന്തും സംഭവിക്കാം. T20 ലോകകപ്പിൽ എന്താണ് സംഭവിച്ചത്? T20 ലോകകപ്പിന് മുന്നത്തെ ന്യൂസിലൻഡ് സീരീസിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. ആ ലോകകപ്പിന് മുന്നേ വെറും 5 മത്സരങ്ങളിൽ നിന്ന് വെറും 46 റൺസ് മാത്രം ഉണ്ടായതിൻ്റെ പേരിലാണ് T20 ലോകകപ്പിൽ സഞ്ജു സാംസൺ ഒരു സ്ഥിര സാന്നിധ്യം കിട്ടാതെ പോയത്. എന്നിട്ടെന്താണ് സംഭവിച്ചത്? നാടകീയമായി T20 ലോകകപ്പിനിടയിൽ തന്നെ വന്ന് 5 മത്സരങ്ങളിൽ നിന്ന് പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായ സഞ്ജു സാംസണിൻ്റെ ആ ഒരു വീരഗാഥ കഥ നമ്മൾ എത്രയോ തലമുറകൾ ഓർത്തിരിക്കും. എത്രയോ മത്സരങ്ങൾ എത്ര മാറിയാലും, ക്രിക്കറ്റ് എത്ര മാറിയാൽ പോലും അത് സംസാരിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണാണ് എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം, എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ കഴിയുന്ന കെൽപ്പുള്ളൊരു പ്ലെയറാണ് അദ്ദേഹം. അതിനനുസരിച്ചുള്ളൊരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. മഞ്ഞ ജേഴ്സിയിൽ അദ്ദേഹം തിളങ്ങിയിരിക്കും എന്നുള്ള വിശ്വാസവും ആളുകളുടെ ഉള്ളിലുണ്ട്. പക്ഷേ രാജസ്ഥാൻ റോയൽസിനെയാണ് ഇവിടെ അഭിനന്ദിക്കേണ്ടത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ, അവരുടെ ക്യാപ്റ്റനെ നഷ്ടപ്പെട്ടിട്ട് പോലും പുതിയ ക്യാപ്റ്റനുമായിട്ട് ഈ സീസണിൽ ഇറങ്ങിയതിന് ശേഷം ഒരു തരത്തിലും ടീമിൻ്റെ ഫോർമേഷൻ മാറുകയോ ബാലൻസോ ഒന്നും തന്നെ തെറ്റാതാണ് രാജസ്ഥാൻ റോയൽസ് ഇത്തവണ ഇറങ്ങുക. ഓർക്കുക, സഞ്ജുവിനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 പ്ലേയേഴ്സിനെയാണ് അവർ വാങ്ങിയത് CSKയിൽ നിന്നും. അത് രവീന്ദ്ര ജഡേജയും സാം കറണുമാണ്. സാം കറൺ ആവട്ടെ ഇത്തവണ കളിക്കുന്നില്ല. എന്നിട്ട് പോലും ജഡേജയെ വെച്ചുകൊണ്ട് അവർ ആ ടീം ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗംഭീരമായ വിജയമാണ്. അത് അവരുടെ കോച്ചിങ്ങിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ടെക്നിക്കൽ സ്റ്റാഫിൻ്റെയും ഗംഭീരമായ വിജയമാണെന്ന് തന്നെ പറയണം. അതോടൊപ്പം തന്നെ പ്ലെയേഴ്സായി നിൽക്കുന്ന ആളുകൾ, അതിപ്പോൾ 11 പേര് പ്ലേയിങ് 11 ആയാലും ബാക്കിയുള്ള ഇമ്പാക്ട് സബ്സ് ഉൾപ്പെടെ ഫോം ചെയ്യുന്ന ദ ടീം, അവരുണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്റ്റും ചെറുതൊന്നുമല്ല. അത് രാജസ്ഥാൻ മുതൽക്കൂട്ട് തന്നെയായിരിക്കും. അത് ഈ സീസണിൽ രാജസ്ഥാൻ ഒരു പക്ഷേ ഇത് സർപ്രൈസിങ് ടീമായിട്ട് മാറ്റിയെടുക്കാൻ പോലും കഴിയുന്ന ഒരു ഗംഭീരമായ ടീമായിട്ട് രാജസ്ഥാൻ റോയൽസ് മാറുകയും ചെയ്യുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.